കാരുണ്യത്തിന്റെ സമാശ്വാസ പുഷ്പം, പാവപ്പെട്ടവരുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ സെപ്റ്റംബർ 5. ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ജപമാല മുടങ്ങിയിട്ടില്ല. വളരെയേറെ ഭക്തിയോടെയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജപമാല കയ്യിലേന്തി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് ജപമാല ഭക്തിയുടെ ആഴമുള്ള രൂപം എൻ്റെ മനസ്സിലേക്ക് എഴുതി ചേർത്തത്. വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ കുറിച്ചു വച്ച വാക്കുകളാണവ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം, പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം ജപമാലയാണെന്ന്. ആ ജപമാലയോട് കൂടുതൽ ഭക്തിയുള്ളവരാകുവാൻ വിശുദ്ധ മദർ തെരേസയുടെ ഈ വാക്കുകൾ നമുക്ക് പ്രചോദനമേകുന്നു. വിശുദ്ധമായ ഒരു കുടുംബത്തിൽ ജനിക്കുവാനും വളരുവാനും ജീവിക്കുവാനും അവിടെ നിന്ന് ഉയരുന്ന തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അലയടികൾ അഭ്യസിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ ആർക്കും വിശുദ്ധരായി തീരുവാൻ സാധിക്കില്ല എന്ന് വിശുദ്ധ മദർ തെരേസ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മെലിഞ്ഞ ശരീരവും കുനിഞ്ഞ ശിരസും ചാരികീറിയ മുഖവുമായി കൽക്കത്തായുടെ തെരുവിലൂടെ നടന്നു നീങ്ങിയ ആ പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മയെ നോക്കി ലോകവും ലോക നേതാക്കളും കൈകൂപ്പി നിന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് കിട്ടിയ പ്രശസ്തിയും പുരസ്കാരങ്ങളും തന്നെ തേടി വന്നപ്പോൾ അതെനിക്കുള്ളതല്ല, എൻ്റെ പാവപ്പെട്ട മക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ അമ്മ. അത്രയേറെ പാവങ്ങളെ സ്നേഹിച്ചിരുന്ന അമ്മയായിരുന്നു വിശുദ്ധ മദർ തെരേസ. ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ബസ് കൂലിക്കുള്ള പൈസ മാത്രമേ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു യാചകൻ വന്ന് അവളുടെ നേരെ കൈ നീട്ടിയപ്പോൾ ആ നാണയം ആ കൈക്കുമ്പിളിലേക്ക് വെച്ചു കൊടുത്തിട്ട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടന്നു നീങ്ങിയ അമ്മ. ആതുര ശുശ്രൂഷയുടെ ഭാഗമായി ഒരിക്കൽ ഒരു ധനികന്റെ നീട്ടിൽ കൈ നീട്ടിയപ്പോൾ ആ ധനികൻ അവളുടെ കൈക്കൊമ്പിളിലേക്ക് കാർപ്പിച്ച് തുപ്പി. വളരെ സൗമ്യതയോടുകൂടി തൻ്റെ സാരിയുടെ തുമ്പുകൊണ്ട് ആ തുപ്പൽ മാറ്റിയിട്ട് അവൾ പറഞ്ഞു, എനിക്കുള്ളത് നീ തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. വിശുദ്ധ മദർ തെരേസ തൻ്റെ യാത്രയുടെ ദൂരം അളന്നിരുന്നത് താൻ എണ്ണിക്കൂട്ടുന്ന ജപമാല മുത്തുകളുടെ എണ്ണം അനുസരിച്ചായിരുന്നു. യമൻ എന്ന സ്ഥലത്തേക്ക് കത്തോലിക്ക സന്യാസികളുടെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ, ഞങ്ങളുടെ പുരോഹിതന്മാരില്ല, ഞങ്ങൾക്ക് വരുവാൻ സാധ്യമല്ല, വിശുദ്ധ കുർബാന ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് സധൈര്യം പറഞ്ഞ അമ്മ. ഗാസ എന്ന ചെക്ക് പോസ്റ്റിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ആയുധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കയ്യിൽ ഒരായുധമുണ്ട്, എൻ്റെ പ്രാർത്ഥനാ പുസ്തകം. അത്രയേറെ പ്രാർത്ഥനയെ സ്നേഹിച്ചിരുന്ന അമ്മയായിരുന്നു വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ പിന്നെയും ഇപ്രകാരം എഴുതി, വിശുദ്ധയായി ജീവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞാൻ പഠിച്ചത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. കാരുണ്യത്തിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ അഭ്യസിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. 9 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. മക്കൾ 3 പേരെയും അമ്മ നല്ലതുപോലെ വളർത്തി. കടുത്ത ദാരിദ്ര്യത്തിലും മക്കൾക്കായി വിളമ്പി വച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും പകുതിയെടുത്ത് യാചകർക്ക് കൊടുക്കുമ്പോൾ ആ അമ്മ പറയുമായിരുന്നു, മക്കളെ, രക്തബന്ധത്തിൽ നമ്മുടെ ആരുമല്ല എങ്കിലും അവരും സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ്. വിശപ്പ് അവർക്കും നമ്മൾക്കും ഒരുപോലെയാണ്, അതുകൊണ്ട് അവരെയും നാം പരിഗണിക്കണം. ഇന്ന് ഈ ദിനത്തിൽ നാം വിശുദ്ധ മദർ തെരേസയെ ഓർക്കുന്നുണ്ട് എങ്കിൽ അതിനു മുൻപേ കടന്നുപോയ ആ അമ്മ മാലാഖയെയും നാം ഓർക്കേണ്ടതാണ്. കാരണം വിശുദ്ധ മദർ തെരേസയെ ഒരു വിശുദ്ധിയായി ജീവിക്കുവാൻ സഹായിച്ചത് ആ അമ്മയുടെ മാതൃകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ മക്കളെ വിശുദ്ധരായി വളർത്താം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും രക്തബന്ധം കൊണ്ട് ആരുമല്ല എങ്കിലും ഒരു കുഞ്ഞനും ചേട്ടനും ചേച്ചിയും ഒക്കെ ആകുവാൻ കർമ്മബന്ധം കൊണ്ട് അവർക്ക് സാധിക്കാൻ നമ്മുടെ മാതൃക അവർക്ക് ആവശ്യമാണ്. പാവങ്ങളെ സ്നേഹിക്കുവാനും വിശുദ്ധ കുർബാനയിൽ ഭക്തിയുള്ളവരാകുവാനും ജപമാലയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്തുവാനും മദർ തെരേസയെ പോലെ നമുക്കും സാധിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നാം ഒരു മാതൃകയായിരിക്കട്ടെ. വിശുദ്ധ മദർ തെരേസയെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ടും മറ്റുള്ളവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും വളരുവാനുള്ള ശക്തി പരിശുദ്ധ അമ്മയോട് നമുക്ക് യാചിക്കാം. സ്തുതിയായിരിക്കട്ടെ.